മണി പ്ലാന്റ് മോസ് പോളിൽ സെറ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഈ ഒരു മണി പ്ലാന്റ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. വലിയ ലീഫുള്ള മണി പ്ലാന്റിന്റെ 2 നോഡുകൾ മാത്രമാണ് കേട്ടോ ഈ ഒരു പോട്ടിനകത്ത് ഞാൻ വെച്ചിരുന്നത്. പക്ഷെ അത് ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് വളരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ മണി പ്ലാന്റ് ഇപ്പോൾ റീപോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇതിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രമാണ് ഏരിയൽ റൂട്ട്സ് ഒക്കെ നന്നായിട്ട് വളരുകയും മണി പ്ലാന്റ് തന്നെ നല്ല ഉഷാറാവുകയും ലീഫാണെങ്കിൽ നല്ല വലുതാവുകയൊക്കെ ചെയ്യും കേട്ടോ. മോസ് ഞാൻ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. മോസ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറിനകത്ത് കുറച്ചു നേരം 1 മണിക്കൂറൊക്കെ മുക്കി വെച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനൊരു 1 അവർ ഒരു ഫെർട്ടിലൈസറിൽ മുക്കി വെച്ചായിരുന്നു. ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ നേരം നന്നായി വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ടോപ്പ് ആൻഡ് ബോട്ടം ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് മോസ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ബോട്ടം പോർഷൻ അത് ചെടിച്ചട്ടിയിലേക്ക് ഇറക്കി വെക്കാനുള്ളതാണ്. അവിടെ നമുക്ക് പോട്ടി മിക്സ് ആണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. മണി പ്ലാന്റ് വളർന്ന് വലുതാവുമ്പോൾ ഇനിയും നമുക്ക് എക്സ്റ്റൻഷൻ പോലെ പോള് സെറ്റ് ചെയ്യേണ്ടി വരില്ല. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ടോപ്പ് പോർഷനിൽ കുറച്ച് സ്പേസ് വിട്ടിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ചങ്കി ആയിട്ടുള്ള നല്ല ലൂസ് ആയിട്ടുള്ള ഒരു മിക്സ് ആണ് കേട്ടോ. ഇതാവുമ്പോൾ എയർ സർക്കുലേഷൻ നന്നായി നടക്കുകയും വേരുകൾ നന്നായി ഹെൽത്തി ആയിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് വളരുകയും ചെയ്യും. ഫസ്റ്റ് മോസ് പോളിലേക്ക് പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ട് പോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. മണി പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ നോഡും നമ്മുടെ മോസിനകത്തേക്ക് ചേർത്ത് നിൽക്കത്തക്ക വിധത്തിൽ വേണം സെറ്റ് ചെയ്യാൻ. അപ്പോഴാണ് ഏരിയൽ റൂട്ട്സിന് നല്ല സപ്പോർട്ട് കിട്ടുകയും നല്ല ആഴത്തിൽ അത് വേരിറങ്ങി ചെല്ലുകയൊക്കെ ചെയ്യുള്ളൂ. റീപോർട്ട് ചെയ്യുമ്പോൾ വലിയ പ്ലാന്റ് മാത്രം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം, ചെറിയ പ്ലാന്റിന് അങ്ങനെ തന്നെ വെക്കാം എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ പോട്ടിൽ നിന്ന് എടുക്കാൻ നേരം 2 തൈകളും പറഞ്ഞു പോന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ പിന്നെ ഈ 2 എണ്ണവും ഇന്ന് തന്നെ അങ്ങ് റിപ്പോർട്ട് ചെയ്തേക്കാം. വീക്കിലി ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഇതിന് അപ്ലൈ ചെയ്യാന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെറാമിക് പോട്ടിലേക്ക് ഇറക്കി വെക്കാം. സെറാമിക് പോട്ടിനപ്പോൾ ഹോളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഹോളുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അത് MC വെച്ചിട്ട് ഫില്ല് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആഡ് ചെയ്തിട്ട് ഈ ഒരു പോട്ട് നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വെള്ളം സെറാമിക് പോട്ടിൽ നിന്ന് തീരുന്നതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഈ ഒരു മണി പ്ലാന്റിന് കാര്യമായിട്ടുള്ള ഏരിയൽ റൂട്ട്സ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ റൂട്ട്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അതൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ അതിനെ ഫിക്സ് ചെയ്യാൻ നോക്കുവാണേ. ഈ ഒരു മണി പ്ലാന്റിന്റെ നോഡ് എനിക്ക് കിട്ടുന്നത് വലിയൊരു തെങ്ങുമ്മയിലേക്ക് പടർന്നു പോയിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. നമ്മൾ ബാൽക്കണിയിൽ ചെറിയൊരു പോട്ടിൽ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ മണ്ണിൽ നടുന്ന പോലെ മരത്തിലൊക്കെ പറ്റി പിടിച്ച് കയറുന്ന പോലെ വലിയ ലീഫൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള മണി പ്ലാന്റുകൾക്ക് നല്ല ഫെർട്ടിലൈസറും നല്ല സൺലൈറ്റും അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഞാൻ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുവന്ന വേറൊരു നോഡ് ഞാൻ വേര് വരാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ട് ഞാൻ അകത്തെടുത്ത് വെച്ചായിരുന്നു. അധികം സൺലൈറ്റ് ഒന്നും ഏക്കാത്തൊരു സ്ഥലത്താണ്. ആരോ സ്റ്റാച്ചു എന്ന് പറഞ്ഞ പോലെ അത് ഒറ്റൊരു ഇരിപ്പായിരുന്നേ. കുറേ ആഴ്ചകളോളം ഒരു അനക്കമില്ലാതെ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ബാൽക്കണിയിലേക്ക് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എടുത്തു വെച്ചപ്പോഴാണ് കേട്ടോ നല്ലൊരു ചേഞ്ച് വരാൻ തുടങ്ങിയത്. ഇതുവരെ ഈ ഓരോ നോഡിനും ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഇത് വളർന്നത്. അപ്പം നമ്മൾ മോസ് പോളിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ നമ്മൾ നല്ല ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലായിരുന്നു. അപ്പം ഞാൻ വെൽക്രോൻ്റെ ഒരു ടേപ്പാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ സെറാമിക് പോട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു ഹോൾ ഉണ്ടായിരുന്നു. ഞാനത് MC വെച്ച് അടച്ചതിന് ശേഷം കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോസ് പോൾ അതിനകത്ത് സെറ്റ് ചെയ്തു. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് ബാൽക്കണിയിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് തന്നെ വെക്കാന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം ശരി, ബായ്.